ഇന്ത്യ ബംഗ്ലാദേശ് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഞായറാഴ്ച ഗോളിയറിൽ തുടക്കം. ഒരാഴ്ച മുൻപ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ബംഗ്ലാദേശിനെ 2-0 തോൽപ്പിച്ച ശേഷം ഇന്ത്യയുടെ ആദ്യ മത്സരമാണിതെങ്കിലും ടെസ്റ്റ് ടീമിലെ ഒരാൾ പോലും 2020 മത്സരത്തിനില്ല. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീം യുവനിരയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ടെസ്റ്റ് ടീമിലെ പ്രധാന കളിക്കാരെ ഉൾപ്പെടുത്തിയാണ് ബംഗ്ലാദേശ് വരുന്നത്. ഇന്ത്യയുടെ മായങ്ക് യാദവ്, നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷിത് റാണ എന്നിവർ ഇതുവരെ അന്താരാഷ്ട്ര മത്സരം കളിച്ചിട്ടില്ല. ഇന്ത്യൻ ടീമിലെ എല്ലാവരും ചേർന്ന് കളിച്ചത് 389 അന്താരാഷ്ട്ര മത്സരം മാത്രം. വിക്കറ്റ് കീപ്പർമാരായി മലയാളിയായ സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ എന്നിവർ ടീമിൽ ഉണ്ടെങ്കിലും സഞ്ജുവിന് മുൻഗണന കിട്ടും എന്ന് മാത്രമല്ല, അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു ഓപ്പണറായി ഇറങ്ങാനും സാധ്യതയുണ്ട്. തുടർന്ന് സൂര്യകുമാർ യാദവ്, റിയാൻ പരാഗ്, ശിവം ദുബെ, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവരും ഉണ്ടാകും. ഫിനിഷർ റോളിൽ റിങ്കു സിംഗുമുണ്ട്. IPL തുടർച്ചയായ അതിവേഗ പന്തുകൾ എറിഞ്ഞ് ശ്രദ്ധ നേടിയ പേസർ മായങ്ക് യാദവ് അരങ്ങേറ്റം കുറിച്ചേക്കും. പരിചയസമ്പന്നനായ ഇടംകൈ പേസർ അർഷ്ദീപ് സിംഗും കൂടെയുണ്ടാകും. സ്പിന്നർമാരായി രവി ബിഷ്ണോയ്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരായിരിക്കും ഇറങ്ങുക. IPL ലേലം അടുത്തിരിക്കെ താരങ്ങൾക്ക് മൂല്യം ഉയർത്താനുള്ള അവസരം കൂടിയാണിത്. ഗോളിയറിലെ മാധവറാവു സിന്ധ്യ സ്റ്റേഡിയത്തിലെ ആദ്യ അന്താരാഷ്ട്ര മത്സരമാണിത്. അതുകൊണ്ട് തന്നെ പിച്ചിനെ കുറിച്ച് ടീമുകൾക്ക് മുൻവിധിയില്ല. നജ്മുൽ ഹൊസാൻ ഷാൻഡ്രോ നയിക്കുന്ന ബംഗ്ലാദേശ് ടീമിൽ പരിചയസമ്പന്നരായ ലിട്ടൺ ദാസ്, മെഹ്ദി ഹസൻ മിറാസ്, തൗഹിദ് ഹൃദോയ്, മഹ്മൂദുള്ള ടസ്കിൻ അഹമ്മദ്, മുസ്താഫിസുർ റഹ്മാൻ തുടങ്ങിയവരുമുണ്ട്. ബംഗ്ലാദേശുമായുള്ള T20 പരമ്പരയിൽ അഭിഷേക് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായി എത്തുക മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ തന്നെയായിരിക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ്. നമ്മുടെ രണ്ടാമത്തെ ഓപ്പണർ സഞ്ജു സാംസൺ ആയിരിക്കും. ഈ മത്സരത്തിൽ അദ്ദേഹം ഓപ്പണറായി കളിക്കുകയും പരമ്പരയിലെ തുടർന്നുള്ള മത്സരങ്ങളിലും ഈ റോൾ തന്നെ ചെയ്യുമെന്നും സൂര്യ വ്യക്തമാക്കി. നിലവിൽ T20 ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാർ യുവ ബാറ്റിംഗ് സെൻസേഷനുകളായ ശുഭ്മൻ ഗില്ലും യശസ്വിജയ് സ്വാളുമാണ്. പക്ഷെ വരാനിരിക്കുന്ന തിരക്കേറിയ ടെസ്റ്റ് ഷെഡ്യൂൾ കണക്കിലെടുത്ത് രണ്ടുപേർക്കും T20 പരമ്പരയിൽ ഇന്ത്യ വിശ്രമം നൽകിയിരിക്കുകയാണ്. വീണ്ടും ബംഗ്ലാ ക്യാപ്റ്റന്റെ ഭീഷണി മറ്റൊരു സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ ഋതുരാജ് ഗൈക്വാദിനെ ഈ പരമ്പരയിൽ ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. അഭിഷേക് മാത്രമാണ് നിലവിലെ സംഘത്തിലെ ഏക സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ. ഇതേ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയുടെ റോളിലേക്ക് സഞ്ജുവിന് പ്രൊമോഷൻ നൽകിയിരിക്കുന്നത്. സഞ്ജുവിനെ സംബന്ധിച്ച് ബാറ്റിംഗിൽ തന്റെ യഥാർത്ഥ കഴിവ് പുറത്തെടുക്കുവാനുള്ള സുവർണ അവസരം തന്നെയായിരിക്കും ഈ പരമ്പരയിലെ ഓപ്പണിംഗ് റോൾ. 2015 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയതിനു ശേഷം ഇന്ത്യൻ ടീമിനകത്തും പുറത്തുമായി തുടരുകയാണ് അദ്ദേഹം. ഇതിനകം 30 T20 മത്സരങ്ങളിൽ മാത്രമേ കഴിഞ്ഞ 9 വർഷത്തിനിടെ സഞ്ജുവിന് കളിക്കാനായിട്ടുള്ളൂ. ഇവയിൽ നിന്നും 131.36 സ്ട്രൈക്ക് റേറ്റോടെ 444 റൺസാണ് നേടാനായത്. 2 ഫിഫ്റ്റികൾ മാത്രമേ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. ശ്രീലങ്കയുമായുള്ള അവസാന T20 പരമ്പരയിൽ സർപ്രൈസ് ബൗളറായി എത്തിയ സൂര്യകുമാർ യാദവ് 2 വിക്കറ്റുകൾ എടുത്ത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. മൂന്നാമത്തെയും അവസാനത്തെയും കളിയിലാണ് ഇന്ത്യ തോൽവിക്കരികിൽ നിൽക്കവേ അവസാന ഓവറുകളിൽ സൂര്യയും റിങ്കു സിംഗും അപ്രതീക്ഷിത ബൗളർമാരായി എത്തിയത്. ഇരുവരും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയതോടെ മത്സരം ടൈ ആവുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശുമായുള്ള ഈ പരമ്പരയിലും തന്നെ ബൗളറുടെ റോളിൽ കാണാൻ സാധിക്കുമോ എന്നും സൂര്യ വെളിപ്പെടുത്തി. ഇത്തവണ അതിനുവേണ്ടി വരില്ലെന്നാണ് പ്രതീക്ഷയെന്നായിരുന്നു ബൗളിങ്ങിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ചിരിയോടെയുള്ള അദ്ദേഹത്തിന്റെ മറുപടി. അത് ഞങ്ങൾ നന്നായി ആസ്വദിച്ചിരുന്നു. അന്ന് ടീം പരമ്പരയിൽ 2-0 മുന്നിലായിരുന്നു. അതേസമയം തന്നെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്തു നോക്കാമെന്നും ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളുടെ ഫാസ്റ്റ് ബൗളർമാർക്ക് ആ കളിയിൽ കുറച്ച് ഓവറുകൾ ശേഷിച്ചിരുന്നു. പക്ഷെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്തു നോക്കാൻ ആ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം വിക്കറ്റിൽ നിന്നും ടേണിംഗ് ലഭിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാസ്റ്റ് ബൗളർമാർക്ക് ആ കളിയിൽ കുറച്ച് ഓവറുകൾ ശേഷിച്ചിരുന്നു. പക്ഷെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്തു നോക്കാൻ ആ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം വിക്കറ്റിൽ നിന്നും ടേണിംഗ് ലഭിക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണെന്നും അത് വർക്കായെന്നും സൂര്യ കൂട്ടിച്ചേർത്തു.